ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുന്നു. ഗൈസ്, നമ്മൾ നമ്മുടെ പത്രം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകണം കേട്ടോ. ഇന്നലെ നമ്മൾ നിന്ന് പമ്പ് ഇതാണ് 666 അട്നോക്ക് 666 പമ്പ്. ഇവിടുന്ന് നമ്മൾ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് ഇന്ന് രാവിലെ. അപ്പം എല്ലാവരും കൂടെ അവിടുന്ന് യാത്രയൊക്കെ പറഞ്ഞ് ഞാനിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ. ഇന്ന് രാവിലെ നേരത്തെ എണീക്കണം എന്നൊക്കെ വിചാരിച്ചത്, പക്ഷേ ഭയങ്കര ക്ഷീണമായതുകൊണ്ട് എണീക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. 8:30 ആയപ്പോഴാണ് എണീച്ച്. പിന്നെ കുളിച്ച് ഡ്രസ്സെല്ലാം മാറി സാധനമൊക്കെ എടുത്ത് വെച്ച് ഒരു 10:15 ഇപ്പോൾ സമയം 10 ആയിട്ടുണ്ട്. ഇപ്പോഴാണ് അവിടെ നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ നമുക്കിന്ന് എവിടെ നിൽക്കാനോ അങ്ങനെ അധികം റെസ്റ്റ് എടുക്കാനൊന്നും സമയമില്ല. നമ്മുടെ സമയം ഓൾറെഡി റെസ്റ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ സ്ട്രെച്ച് നടക്കാൻ പോവാണ്. ഇന്ന് നമുക്ക് സംഹ എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെ സംഹ അവിടെയാണ് നമ്മൾ നടക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അവിടെ പമ്പ് സ്റ്റേ ഉണ്ടോയെന്നോ ഇവർക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞാൽ, എന്നാലും വിളിക്കാൻ പറ്റുന്നുണ്ട്, ഇപ്പോൾ ചോദിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം നമുക്ക് സ്റ്റേയുടെ കാര്യത്തിൽ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ 11 റോഡ് തന്നെയാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അബുദാബി അങ്ങനെ കാണിക്കുന്നുണ്ട്. ഇവിടെ അടുത്ത ഒരു 10 കിലോമീറ്ററിൽ പമ്പുണ്ട്, പക്ഷെ നമുക്ക് അങ്ങനെ പോയിട്ട് കാര്യമില്ല, ടൈം വെറുതെ വേസ്റ്റ് ആവില്ലേ. അപ്പോൾ നമുക്ക് എന്തായാലും ഇപ്പോൾ തന്നെ വാക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പുറ സൈഡിലേക്ക് നമുക്ക് ക്രോസ് ചെയ്ത് പോകണം, കാരണം ഈ സൈഡിൽ നടക്കുന്ന അത്ര സേഫ് അല്ല. അതുകൊണ്ട് നമുക്ക് അപ്പർ സൈഡിലേക്ക് പോവാം. ഓക്കെ, നമ്മളങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം 11:51 ആയിട്ടുള്ളൂ. ഒരു 3.5 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ ഞാനൊരു 10 മിനിറ്റ് ഇരുന്നു. ഇനി ഞാൻ 5 കിലോമീറ്റർ കഴിയുമ്പോഴാണ് ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് എടുക്കുക. അപ്പം അതുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് പോവുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ക്ഷീണം വരത്തില്ല. നമുക്ക് രാത്രി ആകുമ്പോഴത്തേക്ക് അങ്ങോട്ടേക്ക് എത്തുകയും ചെയ്യാം. ഒരു 30 കിലോമീറ്റർ നമ്മൾ കവർ ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ അങ്ങോട്ടേക്ക് നമുക്ക് എത്തുകയും ചെയ്യാം. നമ്മൾ ഇന്നലെ നടന്നു പോയ സ്ഥലത്തോട് തന്നെയാണ് നടന്നു പോകുന്നത്. ഞാൻ മാപ്പിൽ നോക്കിയപ്പോൾ അങ്ങ് വരെ ഈ റോഡുണ്ട്. അപ്പോൾ ഇതാകുമ്പോൾ പിന്നെ വണ്ടികളെ കുറിച്ചൊന്നും പേടിക്കണ്ട. അത്യാവശ്യം കുറച്ച് തണലും ഇടയ്ക്ക് കിട്ടും, എവിടെ ഇരിക്കുകയും ചെയ്യാം, നോ പ്രോബ്ലം. പിന്നെ വെള്ളവും ഡേറ്റ്സൊക്കെ എൻ്റെ അടുത്ത് ഉള്ളതുകൊണ്ട് ഞാനതൊക്കെ കഴിച്ചിട്ട് തൽക്കാലം ഉച്ചക്കത്തെ വിശപ്പടക്കും. രാവിലെ അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയേ. അതുകൊണ്ട് ഷഹാമ വരെയാണ് നമ്മൾ പോകേണ്ടത്. അൽഷമ എന്ന് പറയുന്നത് 2 റോഡ്, അതായത് അബുദാബിയിലേക്ക് പോകുന്ന റോഡും സൗദിയിലേക്ക് പോകുന്ന റോഡും രണ്ടായിട്ട് എക്സിറ്റ് ആവുന്ന റോഡാണ്. അതായത് സൗദി എക്സിറ്റ് എന്ന് പറയും. ഈ 11 എന്ന് പറയുന്ന റോഡ് രണ്ടായിട്ട് തിരിയുന്ന റോഡാണ്. അതാണ് ആ സ്ഥലം. അപ്പം അവിടെയാണ് നമ്മളിന്ന് പോകുന്നത്. പിന്നെ നമുക്ക് സൗദിയിലേക്ക്, പിന്നെ നമുക്കുള്ള നേരെ സൗദി റോഡാണ് സ്ട്രെയിറ്റ്. ഇപ്പോൾ അബുദാബിയിലേക്കുള്ള കണക്ഷൻ റോഡുണ്ടല്ലോ, നമ്മൾ നേരെ അങ്ങോട്ടാണ് നടക്കുന്നത്. ഇതിനെ നടക്കുമ്പോൾ കമ്പും കാലൊക്കെ തട്ടാതെ നോക്കണം, കാരണം വീഴാൻ ചാൻസ് ഉണ്ട്. ഉണ്ടോ, അധികം ദൂരം ഇല്ല കേട്ടോ ഇത്. ഇന്ന് നമ്മൾ പോകുന്നിടം വരെ ഇങ്ങനെയുള്ളൂ, ബാക്കി വരെ എല്ലാം തരിച്ച സ്ഥലങ്ങളാണ്. എന്താവുമെന്ന് എനിക്കറിയത്തില്ല, നല്ല ചലഞ്ചായിരിക്കും, പക്ഷെ നമ്മൾ ഓവർകം ചെയ്യും. നമുക്ക് എവിടെയെങ്കിലും കാര്യങ്ങളും കിട്ടും. ഇന്നലെ എന്നെ ഹോസ്റ്റ് ചെയ്ത ചേട്ടന്മാർ വയനാട്ടിലുള്ളവരുണ്ട്, താമരശ്ശേരി ഉള്ളവരുണ്ട്, അതേപോലെ തന്നെ കൊല്ലത്തുള്ളവരുണ്ട്, കോട്ടയമുള്ളവരുണ്ട്. അപ്പം എന്താ പറയുക, കോഴിക്കോടുള്ളവർ കൂടുതൽ. ഇതെല്ലാവർക്കും ഭയങ്കര സ്നേഹമാണ് ഫുഡിൻ്റെ കാര്യത്തിലും. കുളിക്കാനാണെങ്കിലും ഡ്രസ്സ് അലക്കിത്തരാനാണെങ്കിലും. ഇന്നലെ എനിക്കൊരു ജാക്കറ്റ് തന്നു, അട്നോക്കിൽ അവർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അട്നോക്കിൻ്റെ ഒരു ജാക്കറ്റ് എനിക്ക് തന്നു, കയ്യിൽ വെച്ചോ എന്ന് പറഞ്ഞിട്ട്. ഒത്തിരി സന്തോഷമായി ഇതൊക്കെ കാണുമ്പോൾ. നമുക്ക് എന്താ പറയുക, ഭയങ്കര സന്തോഷമാണ്. ഫീലിംഗ് പ്രൗഡ് അബൌട്ട് മലയാളീസ്. എല്ലായിടത്തും അവർ ഒന്നും പറയാനില്ല. അപ്പം അങ്ങനെയുള്ളവർ ഇനിയും നമുക്ക് കിട്ടും, അങ്ങനെയുള്ളവരെ ഹെൽപ്പ് ഇനിയും നമുക്ക് വേണം, എന്നാലേ നമുക്കിത് തീർക്കാൻ പറ്റുള്ളൂ. അപ്പം എല്ലാവരും നമ്മളെ ഹെൽപ്പ് ചെയ്യാതിരിക്കില്ലേ. നിങ്ങൾ പ്രാർത്ഥിക്കുക, എന്തായാലും നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, ഉറപ്പായിട്ട്. ഇതാ പിന്നെ ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. കൂടുതൽ കാര്യങ്ങളൊന്നും കാണാനൊന്നും ഇല്ല കേട്ടോ. ഇങ്ങനത്തെ റോഡ് മാത്രമേ ഉള്ളൂ 2 സൈഡിലും. ഇടയ്ക്ക് ഏതെങ്കിലും പണിക്കാരെ കാണാത്രേ ഉള്ളൂ. അയ്യോ, ഒന്നും പറയണ്ട, മരമുള്ള സ്ഥലമൊക്കെ കഴിഞ്ഞ് മക്കളെ. ഇതുണ്ടോ, 2 സൈഡിൽ ഹൈവേ മാത്രമേ ഉള്ളൂ, ദുബായ് അബുദാബി. വേറൊരു മണ്ണാങ്കട്ട ഇവിടെ ഇല്ല. അടിപൊളി. ഇനിയാണ് നമ്മുടെ വൈബ് തുടങ്ങാൻ പോണേ. ശരിക്കും ദ റിയൽ ചലഞ്ച് ഈ സ്റ്റാർട്ടിങ് ഹിയർ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഇനി അങ്ങോട്ടേക്കുള്ള റോഡുകൾ മുഴുവൻ ഇങ്ങനെ ആയിരിക്കും എന്നാണ് പറഞ്ഞത്. ബിക്കോസ് സൗദി എക്സിറ്റ് എടുക്കാനായി. സൗദി എക്സിറ്റ് നാളെ
ആയിരിക്കും നമ്മൾ അബുദാബിയിൽ നിന്ന് സൗദിയിലേക്ക് തിരിയുന്ന റോഡുണ്ടാവില്ല, അവിടെ എത്താം. ഞാൻ പറഞ്ഞില്ലേ എന്താവും എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നമ്മൾ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇതാ ഇപ്പം സമയം 1:24. ഞാനൊരു 10-15 മിനിറ്റ് അവിടെ ഇരുന്നു. ഇൻസ്റ്റയിൽ ഒരു പോസ്റ്റെല്ലാം ചെയ്ത് കുറച്ച് വീഡിയോ എഡിറ്റെല്ലാം ചെയ്തു. അപ്പോഴാണ് എൻ്റെ ഫ്രണ്ട് വിളിക്കുന്നുണ്ട്. അവൻ അബുദാബി ഉണ്ട്, എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അവൻ ദുബായിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുക. പക്ഷേ ഇവിടെ നിർത്താൻ പറ്റില്ല. അനൂപ് ഇവിടെ നിർത്താൻ പറ്റില്ല, അവൻ എക്സിറ്റ് ഇല്ല. അപ്പോൾ അവൻ പോയി, കാണാൻ പറ്റിയില്ല. എന്തായാലും കാണാം, നോക്കാം നമുക്ക്. അപ്പോൾ ഇതാ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്നും പറയാനില്ല. കാലടിച്ച് ഒരു തഴമ്പ് വരുന്നുണ്ട്. ചെറിയ വേദന, വലിയ വേദനയൊന്നുമില്ല, ചെറുത്. തണലത്തേക്ക് കയറി നമ്മളിപ്പോൾ. ഇവിടെ ഒരു കമ്പി വേലി വെച്ചിട്ടുണ്ട്. അതിക്ക് ഇവിടുന്നേ നോക്കണം, ഇല്ലെങ്കിൽ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കാൻ പറ്റാത്ത അവസ്ഥ വരും. അപ്പോൾ നമുക്കത് ചെക്ക് ചെയ്ത് നോക്കാം. ഗൈസ്, സമയം എന്താ ഇപ്പോൾ 5 മണിയായിട്ടുണ്ട്. ഇതാ ഈ ഒരു ഇത്ര ഗ്യാപ്പിൽ കൂടെ ഈ പോണത്. അപ്പർ സൈഡിലായിരുന്നു ഞാൻ ആദ്യം. അതിന് ഭയങ്കര സ്പീഡാണ് വണ്ടികൾ, കാരണം എല്ലാ വണ്ടിയും അത് സ്പീഡ് ട്രാക്കല്ലേ, ഇത് ലാസ്റ്റിലേക്ക് സ്പീഡ് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറിയതാണ്. എന്തായാലും നമുക്കിനി കുറേ നടക്കാനുണ്ട്. കാലിനടിയിൽ തഴമ്പ് വന്നിട്ടുണ്ട്, തുടങ്ങിയിട്ടേ ഉള്ളൂ, പക്ഷെ നല്ല വേദന. അപ്പോൾ ഞാനൊരു ഷോക്സും കൂടെ എടുത്തിട്ടുണ്ട് എന്തായാലും. അപ്പോൾ അതാണ് സ്ഥിതി. നമ്മളിന്ന് അവിടെ ഇന്ന് അത്രയും നടന്നാലേ നമുക്കിന്ന് അവിടെ എത്താൻ പറ്റുള്ളൂ. പിന്നെ ആർക്കും മെസ്സേജ് അയച്ചിട്ടുണ്ട് അവിടെ ഉണ്ടോ സ്റ്റേ വേണോ എന്ന് ചോദിച്ചിട്ട്. പക്ഷേ കുറച്ച് ദൂരെയാണ്. അപ്പം നോക്കിയിട്ട് നമുക്ക് വേണ്ട പോലെ ചെയ്യാം കാര്യങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ. എന്തായാലും വലിയ കുഴപ്പമൊന്നുമില്ല. ഞാൻ എന്തായാലും രാത്രി വരെ 8 മണി വരെ നടക്കും. കുഴപ്പമില്ല, 8 മണി നടന്നാലേ എത്തത്തുള്ളൂ. രാവിലെ നമ്മൾ 10:15 ഇറങ്ങി. അതുകൊണ്ട് നമ്മൾ മാക്സിമം നടന്നാൽ മാത്രമേ നമുക്ക് അങ്ങോട്ട് എത്താൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക് എണീക്കണമെന്ന് നോക്കും. പക്ഷേ നമ്മൾ ഇത് ക്ഷീണമുള്ളതുകൊണ്ട് രാവിലെ വരെ നമ്മൾ കിടന്നുറങ്ങി പോകും, അതാ പ്രശ്നം. അപ്പം ഇനി എന്തായാലും നാളെ പോലെ നമുക്കത് ചെയ്തേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ നമുക്ക് ടാസ്ക് വരും. അവസാനം നമുക്ക് വലിയ ബേർഡനാവും. അപ്പം എന്തായാലും നോക്കട്ടെ. ഇത് അപ്പർ സൈഡിൽ അവർ ഉണ്ടാക്കിയ മരങ്ങളും അതേപോലെ തന്നെ ഈ എന്താ പറയുക, ഈ ഫാം ഹൗസ് പോലത്തെ കാര്യങ്ങൾ സെറ്റപ്പ് ആക്കിയാണ്. അതിനുള്ളിൽ കുറേ മാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. മാന് കഴിഞ്ഞ 12 കിലോമീറ്റർ നമ്മൾ ഇരുന്നിട്ടേ ഇല്ല. നമ്മളൊറ്റ സ്ട്രെച്ചിൽ നടക്കുമായിരുന്നു. അപ്പം ഞാനിവിടെ ഇരിക്കുക. അപ്പം കാരണം ഇത്രയും നേരം നമുക്ക് ഇരിക്കാൻ സ്ഥലമില്ലായിരുന്നു. അവിടുന്ന് ഇവിടെ വരെ ഫുള്ള് മതിലിട്ടിരിക്കുക, നമുക്ക് ഇരിക്കാനേ പറ്റില്ല. എവിടെ ഈ സൈഡിൽ അപ്പർ സൈഡിലാണ് വേലി. അപ്പർ സൈഡ് ക്രോസ് ചെയ്യാനും ഭയങ്കര ഡേഞ്ചറാണ്. വണ്ടി വരുന്നുണ്ടല്ലോ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പം ഇവിടെ ഇരുന്ന് 4-5 ഈത്തപ്പഴവും കുറച്ച് വെള്ളവും കുടിച്ചു. ഒരു ചായ ഇട്ടാൽ ഒരു രക്ഷയില്ല. എവിടെ ഒരു ചായ കുടിക്കാൻ കൊതിയാവുക. ചായയും പഴംപൊരിയും നല്ല കടികളൊക്കെ ഉണ്ടല്ലോ അത് കഴിക്കാൻ. ഇന്നലെ നോമ്പൊക്കെ കഴിച്ചായിരുന്നു. എന്നാലും ചായയും കടി കഴിക്കുന്ന ഒരു വികാരമല്ലേ. കിട്ടും എവിടെയും അങ്ങോട്ട് എത്തുമ്പോഴത്തേക്ക് കിട്ടുമായിരിക്കും. പക്ഷെ നമുക്ക് ഡെയിലി കിട്ടുമ്പോൾ നമ്മളതിൻ്റെ വില അറിയില്ല. കിട്ടാണ്ടിരിക്കുമ്പോഴാണ്. പോട്ടെ, സെറ്റാവും. ഇതാ നമ്മൾ മെല്ലെ പോവാമെന്നാലും ഇവിടുന്ന് ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ എന്നാലും നമുക്ക് പോവാം. സമയമായി. സമയം ഇപ്പം 5:59 ആയിട്ടുണ്ട്. 5:59 നമുക്ക് പോകണം. കുറച്ച് ഒരു 8 കിലോമീറ്റർ നടക്കാനുണ്ട് ഇനി. 5:59, 6:59, 7:50, 8 മണിയാകുമ്പോഴത്തേ 6:59. ഒരു 1.5 മണിക്കൂറോടെ നമുക്ക് എത്താമായിരിക്കും. തലവേദന എടുക്കും, കുറച്ച് വെയിലുണ്ട് എൻ്റെ. എന്തായാലും ഇനി അങ്ങോട്ട് കുറേ വെയിലുള്ളതാണല്ലോ, തലവേദന ശീലമായേ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും പോവാം നമുക്ക്. ഈ തലവേദന പിന്നെ ഈ സൗണ്ടിൻ്റെ ഉണ്ട്. ഈ വണ്ടി പോകുന്ന സൗണ്ട് മാത്രമേ ഉള്ളൂ. ഭയങ്കര അരോചകമാണത്. ഭയങ്കര അരോചകമായ സൗണ്ടാണ്. ഇങ്ങനെ കേട്ട് അത് മാത്രം കേൾക്കൊണ്ടിരിക്കില്ല കുറേ നേരമായിട്ട്. അപ്പം അതിൻ്റെ ഉണ്ടാവും. എന്തായാലും കുഴപ്പമില്ല, നമ്മളിതാ പോവാണ്. सऊदी जाएगा शारजा से आ रहे। शारजा से पैदल में आए हैं, यात्रा कर रहा हूँ। टाइम अच्छा पेट्रोल पंप
रात को पम ज़्यादा दूर चाहिए पैदल जाएगा हाँ पैदल वॉकिंग आप हाल्ट इधर ठीक है रमजान करीम बाय വലിയ ലോറികളൊക്കെ നടത്തിയിരുന്ന സ്ഥലമാണ് അവിടെയാണ് ഇവർ ഇതൊക്കെ കുക്ക് ചെയ്യുന്നത് നോമ്പ് തുറക്ക് സമയമായതുകൊണ്ട് അവർ ഇരുന്ന് എല്ലാം പ്രിപ്പയർ ചെയ്യുന്നുണ്ട് സീരിയസ് ആണ് ഇതും ജോർദാനാണ് കേട്ടോ ജോർദാൻ ട്രക്കാണ് ലോറിയേറെ സെറ്റപ്പാണ് ഫുള്ള് എല്ലാ സാധനങ്ങളും അവരുടെ പെട്ടിക്കുള്ളിലുണ്ടാവും എപ്പോഴും എവിടെയെങ്കിലും വണ്ടി വെച്ച് ഒക്കെ ഭക്ഷണം വെച്ച് കഴിക്കണമെങ്കിലൊക്കെ അവരിങ്ങനെ ഉണ്ടാക്കി കഴിക്കും ഇപ്പം നമുക്കവിടെ ഇരിക്കാൻ സമയമുണ്ട് അവിടെ ഇരുന്നാൽ നമുക്ക് നോമ്പൊക്കെ തുറന്ന് അങ്ങനെ പോവാം പക്ഷേ ഇപ്പം സമയം 6 മണി ആയിട്ടുള്ളൂ ഞാനിനി അരമണിക്കൂർ അവിടെ ഇരുന്നാൽ നമുക്ക് ആ പോസ്റ്റാവും അതുകൊണ്ടാട്ടോ ഞാൻ പോകുന്നത് അല്ലെങ്കിൽ ഞാൻ അവരോട് ഇരുന്ന് എന്തെങ്കിലും കഴിച്ചിട്ടൊക്കെ പോകുന്നത് നല്ല ഫുഡ് കിട്ടും ഇവരുടെ ഒരു കൈപ്പുണ്യം ഭയങ്കര ഈ ലോറിക്കാരൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും എന്നാൽ നമ്മൾ നല്ല വിശപ്പുമായിരിക്കും അത് മാത്രമല്ല അതുകൂടെ നല്ല ടേസ്റ്റും കൂടെ വരുമ്പോൾ പൊളിക്കാം അപ്പോൾ അതിന് വെള്ളം വരും നല്ല ഫുഡ് ഇന്നലെയൊക്കെ നല്ല ഫുഡ് കിട്ടിട്ടോ അടിപൊളിയായിരുന്നു ഇന്ന് രാവിലെ ഇന്നലത്തെ തലേ ദിവസം ചോറുണ്ടായിരുന്നു അവിടെ അപ്പോൾ അത് ഞാൻ കഴിച്ചിട്ടാണ് വന്നത് നല്ല ടേസ്റ്റ് ആയിരുന്നു ആഹാ ഇങ്ങനെയൊക്കെ നമ്മൾ പോകുമ്പോഴാണ് നമ്മൾ ഇതിൻ്റെയൊക്കെ വില മനസ്സിലാവുന്നത് നമുക്ക് എന്നും സാധനങ്ങൾ കിട്ടുന്നുണ്ട് എന്നും നമ്മൾ എൻജോയ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു വാല്യൂ നമുക്ക് മനസ്സിലാവില്ല ഇന്ന് ബിരിയാണി നാളെ അത് മറ്റന്നാൾ ചോറ് അത് പരിപ്പുവട കുഴമ്പുരി എല്ലാം ഒരു 5-6 ദിവസം നമുക്കത് കിട്ടാതിരിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ വില എന്നും നമ്മൾ ഈ ചായ കുടിക്കാൻ തോന്നുമ്പോൾ ഓടിപ്പോൾ ചായ കുടിക്കും പക്ഷെ ഇപ്പം ചായ കുടിക്കാൻ എനിക്ക് പറ്റണില്ല അപ്പോൾ അതിൻ്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവും നമുക്ക് ഏത് സാഹചര്യം എപ്പോൾ വേണമെങ്കിലും വരാം അപ്പോൾ അത് നമ്മൾ മനസ്സിലെപ്പോഴും ഉണ്ടാവണം അത്രേ ഉള്ളൂ ഗൈസ് എൻ്റെ ഇന്നത്തെ പാഠം അവസാനിക്കുകയാണ് ഗൈസ് നമ്മളങ്ങനെ അൽഷഹാമ എത്താനായി റോഡ് ക്രോസ് ചെയ്യുക ഒരു ചായക്കട ഉണ്ടപ്പോൾ അപ്പോൾ ഇതിൻ്റെ സ്കൈ വാക്കാണ് കേട്ടോ റോഡ് ക്രോസ് ചെയ്യുന്ന സ്കൈ വാക്കായി കാണുന്നത് എന്ത് രസമാണെന്നറിയാം നല്ല ഭംഗിയുണ്ട് കാണാൻ എല്ലാവരും നോമ്പോർക്ക് പോയതാണ് കുറച്ച് നേരം എവിടെയെങ്കിലും ഇരിക്കണം ആരോടെങ്കിലും സ്റ്റേ ചോദിക്കണം എന്നിട്ട് എന്തെങ്കിലും കുടിക്കണം കഴിക്കണം കുളിക്കണം അത്രേ ഉള്ളൂ അപ്പോൾ നമ്മൾ അൽഷഹാമ എത്തി നമ്മളോട് ചായ കുടിച്ചു ഹൗസ് ഓഫ് ടീ എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളി കഫീൽ എന്നൊരു ചായ കുടിച്ചു അങ്ങനെ ചായ കുടിച്ചിരിക്കുമ്പോൾ കുറേ പേര് വന്ന് നമ്മളോട് സംസാരിക്കുക വെച്ചിരുന്നു മലയാളീസ് ഉണ്ട് വേറെ കുറേ ആൾക്കാരുണ്ട് എല്ലാവരും ഉണ്ട് അവർ അപ്പോൾ മലയാളം നമുക്ക് മുടി വെട്ടാൻ പറ്റിയ കടകളാണ് that one is enough. Yes. Thank you so much. Another something? No. Anything you want, cake, you want coffee? No. Thank you so much. And this also gift for you. Thank you. It's a small gift. സ്നേഹം കൂടെ കേട്ടോ ഫുഡൊക്കെ നമുക്കിങ്ങനെ കിട്ടും ഇങ്ങനെയുള്ള ഓരോ നല്ല സ്നേഹമുള്ള ആൾക്കാരോട് നമുക്ക് ഇതെന്ത് സാധനം കിട്ടും ഇവിടെ ഒത്തിരി പേരുണ്ട് നമ്മളോട് സംസാരിക്കുന്നതൊക്കെ എനിക്കിങ്ങനെ മുടിയൊന്ന് വെട്ടണം കുറച്ച് നേരം കഴിഞ്ഞിട്ട് ബാർബർ ഷോപ്പൊക്കെ തുറക്കും അപ്പോൾ മുടിയെല്ലാം വെട്ടിയിട്ടൊന്ന് കുളിക്കുകയൊക്കെ ചെയ്യണം അതിന് മുമ്പ് സ്റ്റേ എവിടെ സെറ്റാക്കണം എവിടെയൊക്കെ സംസാരിച്ച് നോക്കാം ഗൈസ് നമ്മളിത് എങ്ങനെ മുടി വെട്ടാൻ വേണ്ടി വന്നതാണ് മുടി വെട്ടി ഇപ്പം ഒന്ന് സെറ്റായി അതായത് 6-7 ദിവസമായിട്ട് ഞാൻ മുടി വെട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് ഇപ്പോഴാണ് ഇവിടെ വന്നപ്പോൾ അൽഷഹാമിലാണ് മുടി വെട്ടി ചേട്ടനെ ഞാൻ ഒന്ന് പരിചയപ്പെടുത്തി തരാം ചേട്ടൻ പേരെന്ന് പറഞ്ഞ്
നാട്ടിൽ മലപ്പുറം. നന്നായിട്ട് മുടിയൊക്കെ വെട്ടി ഉഷാറായി. പിന്നെ എനിക്കൊരു ഫോണിൻ്റെ കവറൊക്കെ തന്നു. എന്തായാലും നമ്മൾ ഇവിടെ അൽഷഹാമയിൽ വന്നിട്ട് ഒന്ന് മുടി സെറ്റാണെന്ന് വിചാരിച്ചായിരുന്നു. എന്തായാലും പുള്ളി എനിക്ക് വെട്ടി തന്നു. ഇനിയിപ്പോൾ നമ്മളിവിടുന്ന് നല്ല പോവാണ്. ഇനി നമ്മൾ റൂമിനോട് അടുത്ത് തന്നെയാണ് പെട്രോൾ പമ്പ്. അബുവിൻ്റെ അടുത്തേക്ക് പോകും, പെട്രോൾ പമ്പിലേക്ക്. അവിടെ നമുക്ക് പോകാം. ഓക്കെ. അപ്പോൾ ഗൈസ് നമ്മളിതാ അൽഷഹാമിലെത്തി. ചായ എല്ലാം കുടിച്ച് റൂമിൻ്റെ കാര്യം നമ്മൾ തപ്പാൻ ഇറങ്ങിയപ്പോഴാണ് നമ്മുടെ അട്നോക്കിൽ നമ്മൾ പോയി ചോദിച്ചു. അബു അവിടെ ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് പരിചയമില്ല. നേരെ ഞാൻ പോയി സംസാരിച്ചു. അബു എന്നാണ് പേര്. അപ്പം എന്നോട് പറഞ്ഞു ഇങ്ങനെ റൂമുണ്ട്, വേണമെങ്കിൽ ഒരു ദിവസം നിന്ന് രാവിലെ വരെ എന്നോളം പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ഇങ്ങോട്ട് വന്ന് ബാഗെല്ലാം അവിടെ കൊണ്ട് വെച്ചിട്ട് പിന്നെ നമ്മൾ മുടി വെട്ടാൻ പോയി. മുടിയെല്ലാം വെട്ടി വന്നത്. അപ്പോൾ ഫുഡ് കഴിക്കുകയാണ്. ഇതാ ഇന്നത്തെ ഫുഡ് മന്തി ഇഫ്താർ കിറ്റാണ്. അത് നമുക്ക് തന്നു നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇന്ന് നമ്മൾ ഏകദേശം രാവിലെ അവിടെ നിന്ന് ഇന്നലെ നിന്ന പമ്പ് തൊട്ടിട്ട് ഇന്ന് 29 കിലോമീറ്റർ നമ്മൾ കവർ ചെയ്തു രാവിലെ മുതൽ. വൈകുന്നേരമാണ് നമ്മൾ കൂടുതൽ നടന്നിട്ട്. രാവിലെ അങ്ങനെ നടന്നില്ല. കാരണം രാവിലെ നമ്മൾ റൈറ്റ് സൈഡിൽ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത്തിരി ടാസ്ക് ആയിരുന്നു. ലെഫ്റ്റ് സൈഡിലേക്ക് മാറിയപ്പോഴും ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഇങ്ങനെ സൈഡിൽ നടന്നത് 140 കിലോമീറ്റർ സ്പീഡിൽ വണ്ടി വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ വീണ്ടും ഞാൻ ക്രോസ് ചെയ്തിട്ടാണ് പിന്നെ നടന്ന് സെറ്റായത്. അപ്പോൾ എന്തായാലും ഇന്ന് ഇവിടെ എത്തി. അബു വന്നിട്ടില്ല. അബു വരുമ്പോൾ ഞാൻ അബുവിനെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക. മുടി വെട്ടണമെന്ന് ഏകദേശം അവിടെ നിന്ന് പോകുന്ന അന്ന് ഞാൻ ആഗ്രഹിക്കുക. അന്ന് വെട്ടാൻ പറ്റിയില്ല. ഇപ്പോൾ 7 ദിവസമായില്ല. ആ പാടെ കുളമായിരുന്നു. എന്തായാലും ഇപ്പോൾ കുഴപ്പമില്ല. എന്തായാലും എവിടെ പോയാലും നമുക്ക് ഓരോരുത്തർ രക്ഷിക്കാനുണ്ടാവും. അപ്പോൾ നാളെ ഇനി നമ്മൾ ഏകദേശം ഒരു 30 കിലോമീറ്റർ നടക്കുന്നുണ്ട്. അതിൻ്റെ കാര്യങ്ങളെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം. ഞാൻ മേൽവേദന ഉണ്ട്, പുറത്ത് ചെറുതായിട്ടൊരു വേദന ഉണ്ട്, പിന്നെ കാലിലൊരു ചെറിയ കൊമ്പളം വന്നിട്ടുണ്ട്. വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഫുഡ് കഴിക്കട്ടെ. അബു വരുമ്പോൾ അബുവിനെ കാണിച്ചു തരാം, ബാക്കിയുള്ളവരെ കാണിച്ചു തരാം. ഓക്കെ. അപ്പം ഞാൻ ആളെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഇതാണ് നമ്മുടെ ബ്രോ. ബ്രോ ആണ് എനിക്ക് സ്റ്റേ ചെയ്യുന്നത്. ബ്രോ പേര് പറഞ്ഞേ. അബൂബക്കർ. നാട്ടിലെവിടെയാ? കാസർഗോഡ്. ഞാൻ ഇവിടെ വന്നിട്ട് എനിക്കിവിടെ ആരും പരിചയമില്ല. അങ്ങനെ ഞാൻ അവിടെ ചായ കുടിക്കാൻ ഇരുന്ന സമയത്ത് ആണ് പമ്പ് അഡ്നോക്ക് പമ്പിൽ നമ്മൾ നിൽക്കുന്നതാണല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ പോയി ചോദിച്ചപ്പോഴാണ് ബ്രോ പറഞ്ഞത് ഇവിടെ സ്റ്റേ നിന്നോ കുഴപ്പമില്ല, നാളെ രാവിലെ പോയാൽ മതി. എന്തായാലും താങ്ക് യു സോ മച്ച് ബ്രോ. എത്ര വർഷമായി ഇവിടെ? 1 വർഷമായി. 1 വർഷമായി. പിന്നെ നാട്ടിൽ പോവാ? ഞാൻ ഇൻഷാല്ലാ മെയിൽ പോവും. അടിപൊളി. കുഴപ്പമില്ലല്ലോ ജോലിയൊന്നും? അത് അടുത്ത ആള് ഉണ്ട്. ബ്രോ നാട്ടിലെവിടെയാ ബ്രോ? ഞാൻ വടകര. ബ്രോ എനിക്ക് ഇവിടെ വന്നപ്പോൾ ഫുഡൊക്കെ റെഡിയാക്കി തന്ന്, ഫുഡൊക്കെ സെറ്റാക്കി ഇത് കഴിച്ചോന്നൊക്കെ പറഞ്ഞു. പിന്നെ എന്താ പറയുക, ഇപ്പോൾ ഇവിടെ വന്നിട്ട് എത്രയായി? ഞാനിപ്പം ഇവിടെ വന്നിട്ട് ഇപ്പം 15 ദിവസമായി. 15 ദിവസമായി. UAE 4 വർഷം. അടിപൊളിയായിട്ട് പോകുന്നു. അടിപൊളി. കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. റൂം വന്നതിന് താങ്ക്സ്. പിന്നെ അതായത് നമ്മുടെ വേറൊരാളാണ്. ഹീസ് ഫ്രം ഉത്തരാഖണ്ഡ്. യെസ്. സോ ഹൗ മെനി ഇയേഴ്സ് ഇൻ അഡ്നോക്ക്? It's almost 7.5 years. Same pump? Yeah. Acha. How is all good? Yeah. So did you came Kerala? Yeah. I visited maybe two times there. Acha, where? First time when I came in here in UAE, I came from there, from Calicut. Okay. Calicut is so good, my man. home. Yeah. It's very nice, huh? Yeah. Oh, next Even time we coming, no? we can get a different kind of foods. Yeah. It's just like a banana leaf. Yeah. We can get too much matti curry and all. നമ്മുടെ സദ്യനെ പറ്റി അവർ പറയണേ. അപ്പം പുള്ളി ഇവിടെ വന്നപ്പോൾ തന്നെ ഞാൻ എല്ലാവരും വന്നതിൻ്റെ പുള്ളി വന്നേ. അപ്പോൾ വന്നപ്പോൾ തന്നെ എന്താ പറയുക, അടിപൊളി ഉഷാറാളാണ്. പിന്നെ പാട്ടൊക്കെ പാടും. യു വിൽ സിംഗ് സോങ്? Yeah, I can, man. വൺസ് സോങ് യു ക്യാൻ സിംഗ്. പാട്ടൊക്കെ പാടും കേട്ടോ. ഇപ്പോൾ ഒരു പാട്ട് ഇനി സോങ് നോ പ്രോബ്ലം. मुश्किल बड़ी है रस्म मोहब्बत ये जानता ही नहीं ओ दिल है कि मानता नहीं क्योंकि तुम ही हो अब तुम ही हो जिंदगी अब तुम ही हो चैन भी मेरा दर्द भी मेरी आशिकी अब तुम ही हो. സോ ഗൈസ്, ഈ ഒരു പാട്ട് നിങ്ങൾ കേട്ട് എന്ത് ഭംഗിയായിട്ട് പാടുന്നത്. യു ക്യാൻ ട്രൈ ഇൻ സോഷ്യൽ മീഡിയ, റൈറ്റ്? വൈ ഡോണ്ട് യു ട്രൈ ഇൻ സോഷ്യൽ മീഡിയ സിംഗിങ് എവറി സോങ്സ്? Just because of a time, man. I don't have much time. Acha. Did you see? After I came here at home, I need to cook and do many things. Yes, I understand. പക്ഷെ നന്നായി പാടുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി പാട്ടില്ലേ ബ്രോ? നന്നായി പാടിയില്ലേ? വെരി ഗുഡ്, സൂപ്പർ സോങ് ബ്രോ.
ഞാൻ ഇത്രയും പാടുമെന്ന് വിചാരിച്ചില്ല, പക്ഷെ അടിപൊളിയായിട്ട് പാടി. അപ്പോൾ എന്തായാലും ഇപ്പോൾ സമയം ഇവിടെ 11:45 12 മണിയായിട്ടുണ്ട്. കുറച്ച് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു, അതെല്ലാം എഡിറ്റ് ചെയ്ത് ഞാനിങ്ങനെ വെച്ചിരിക്കുകയാണെങ്കിൽ അത് അപ്ലോഡ് ചെയ്യണം, എന്നിട്ട് കിടക്കണം, നാളെ രാവിലെ പോകണം. എന്തായാലും ഇങ്ങനത്തെ ഒരു യാത്രയിൽ നമുക്ക് ഇങ്ങനത്തെ റിലേഷൻഷിപ്പും അതേപോലെ തന്നെ ഇങ്ങനത്തെ ബന്ധങ്ങളും ഈ ഒരു എക്സ്പീരിയൻസ് ഒക്കെ കിട്ടുന്നത് തന്നെയാണ് നമുക്ക് ആകെ ഉണ്ടാവുക മെമ്മറീസിൽ. ഇപ്പോൾ ഫ്രണ്ട്സിനെ കിട്ടി, അതേപോലെ തന്നെ ഇത്രയും പേരെ പരിചയപ്പെടാൻ പറ്റുന്നുണ്ട്. ഇവർ നമുക്ക് റൂമിൽ വിളിച്ചുകൊണ്ട് വരുന്നുണ്ട്, അറിയത്ത് പോലില്ല, പക്ഷെ നമ്മളെ ക്ഷണിച്ചു, നമ്മൾ നിന്നു, കാര്യങ്ങൾ സംസാരിച്ചു, ഇടപെട്ടു. അപ്പോൾ ഇനി മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള എന്താ പറയുക ബന്ധങ്ങൾ കിട്ടട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം, അല്ലേ ബ്രോ? പിന്നെ എപ്പോഴെങ്കിലും കാണാമല്ലോ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരും. അപ്പോൾ എന്തായാലും ഗൈസ്, ബാക്കി അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നാളത്തെ വീഡിയോ ആയിട്ട് ഞാൻ പുതിയതായിട്ട് വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ബൈ ബൈ ബൈ.